ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് താരിഖുൽ ഇസ്ലാമിലെ അൽ വഹദത്തുൽ ഹാമിസ അഷ്റ 15ാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഹൈറു ഉമ്മത്തിൻ മികച്ച രാഷ്ട്രം എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകത്തെ പ്രബല മതമാണ് ഇസ്ലാം. എല്ലാ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ അധിവസിക്കുന്നു. ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളും മുസ്ലിം അറബി രാഷ്ട്രങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങൾ എന്നിങ്ങനെ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളെ മൂന്നായി തിരിക്കാം. മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളെ എത്രയായി തരംതിരിക്കാം? മൂന്നായി തരംതിരിക്കാം. എങ്ങനെയെല്ലാം? മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിം അറബി രാഷ്ട്രങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങൾ എന്നിങ്ങനെ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളെ മൂന്നായി തിരിക്കാം. മനസ്സിലാക്കാം. മുസ്ലിം ന്യൂനപക്ഷമുള്ള 50ഓളം രാജ്യങ്ങൾ ലോകത്തുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള 50ഓളം രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഇതിൽ 30ഓളം രാജ്യങ്ങളിൽ 90% മുസ്ലിങ്ങളാണ്. 20ഓളം രാജ്യങ്ങളിൽ 50 മുതൽ 80% വരെ മുസ്ലിങ്ങളുണ്ട്. ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നിവ ആദ്യ വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട്. സൗദി അറേബ്യ, ഒമാൻ, യമൻ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സിറിയ, ഫലസ്തീൻ, ഇറാഖ്, ജോർദാൻ, ലബനാൻ എന്നീ ഏഷ്യൻ രാജ്യങ്ങളും ഈജിപ്ത്, ലിബിയ, കോമറോസ്, അൾജീരിയ, ജിബൂട്ടി, മൗറിത്താനിയ, മൊറോക്കോ, സോമാലിയ, സുഡാൻ, ടുണീഷ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണവ. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിൽ ജനസംഖ്യ കൊണ്ട് 1ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 20%ഓളം മുസ്ലിങ്ങളാണ്. മുസ്ലിം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 1ാമത്തെ രാജ്യം ഇന്തോനേഷ്യയും 2ാമത്തേത് പാകിസ്ഥാനും 3ാമത്തേത് ഇന്ത്യയുമാണ്. ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ 69%, ആസാമിൽ 35%, പശ്ചിമ ബംഗാളിൽ 28%, കേരളത്തിൽ 27%, ഉത്തർപ്രദേശിൽ 20%, ബീഹാറിൽ 17% മുസ്ലിങ്ങൾ അധിവസിക്കുന്നു. കേരളത്തിൽ ഏകദേശം 1 കോടിയോളവും, കർണാടകത്തിൽ 90 ലക്ഷത്തോളവും, തമിഴ്നാട്ടിൽ 50 ലക്ഷത്തോളവും മുസ്ലിങ്ങളുണ്ട്. ആസർബൈജാൻ, കൊസോവ, തുർക്കി, കസാക്കിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നിവ മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ്. പാശ്ചാത്യ ലോകത്ത് ഏറ്റവും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമും ഭാഷ അറബിയുമാണ്. അമേരിക്കയിൽ 4.5 മില്യണും, ബ്രിട്ടനിൽ 4 മില്യണും, ഫ്രാൻസിൽ 6 മില്യണും, റഷ്യയിൽ 25 മില്യണും മുസ്ലിങ്ങളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ചൈനയിൽ 30 മില്യൺ മുസ്ലിങ്ങളുണ്ട്. ഫലസ്തീൻ, റോഹിംഗ്യ, ഉയ്ക്യൂർ എന്നിവിടങ്ങളിൽ മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെയും, റോഹിംഗ്യയിൽ മ്യാൻമർ സർക്കാരിൻ്റെയും, ഉയ്ക്കൂറിൽ ചൈനക്കാരുടെയും ക്രൂരമായ അതിക്രമങ്ങൾക്ക് അവർ വിധേയമായി കൊണ്ടിരിക്കുന്നു. വിവേചനം, സാംസ്കാരിക അധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാശം, വർഗീയത എന്നിവ ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ പ്രബോധനവുമാണ് ഇവയെ മറികടക്കാനുള്ള മാർഗങ്ങൾ. ഖുർആൻ പറയുന്നു, യർഫഇല്ലാഹുല്ലദീ ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തിൻ. നിങ്ങളിൽ സത്യവിശ്വാസികളെയും അറിവുള്ളവരെയും അല്ലാഹു തആല ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. അപ്പോൾ പാഠഭാഗത്തു നിന്ന് നന്നായി മനസ്സിലാക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കുക. സ്ഥലങ്ങൾ
മുസ്ലിങ്ങൾ എത്രയാണ് ഓരോ പ്രദേശത്തുള്ളത്, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാഷ്ട്രം ഏത്, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം തർജിമു ഇലാ ലോകത്തിന, പരിഭാഷപ്പെടുത്താനാണ് നമ്മളെ ഭാഷയിലേക്ക്. ഇർഫയുല്ലാഹുല്ലദി ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തിൻ. എന്താണ്? നിങ്ങളിൽ സത്യവിശ്വാസികളെയും അറിവുള്ളവരെയും അല്ലാഹു തആല ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഖുർആൻ പറയുന്നതാണ്. അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത ശരി അടയാളപ്പെടുത്താനാണ്. ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ എത്രയാണ്? 50ഓളം രാജ്യങ്ങളാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ 50 എന്നുള്ളത് നമുക്ക് ശരി അടയാളപ്പെടുത്താം. അടുത്തത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒന്നാമത്തെ രാഷ്ട്രം. രണ്ടാമത്തേത് പാകിസ്ഥാനും മൂന്നാമത്തേത് ഇന്ത്യയുമാണ്. മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അടുത്തത് അറബി രാഷ്ട്രങ്ങളിൽ പെട്ടതാണ്. ഇതിൽ ഏതാണ് അറബി രാഷ്ട്രങ്ങളിൽ പെട്ടത്? അറബി രാഷ്ട്രങ്ങളിൽ പെട്ടതാണ് ഏതാണ്? ഇറാഖാണ് ഇവിടെ അറബി രാഷ്ട്രങ്ങളിൽ പെട്ടത്. അടുത്തത് മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന രാജ്യം ഏതാണ്? ഇവിടെ ഫലസ്തീനാണ്. ഫലസ്തീനുണ്ട്. നമ്മൾ പാഠഭാഗത്ത് വായിച്ചത് ഫലസ്തീന്, റോഹിംഗ്യ, ഉയ്ക്കൂർ എന്നിവിടങ്ങളിൽ മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ 3 ഉണ്ട്. അതിൽ ഇവിടെ ഫലസ്തീൻ മാത്രമേ വന്നിട്ടുള്ളൂ. മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് നസ്ലി യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ 20% മുസ്ലിങ്ങളാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 20% മുസ്ലിങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതാം. അടുത്തത് കേരളത്തിൽ മുസ്ലിങ്ങൾ 27% കേരളത്തിൽ മുസ്ലിങ്ങൾ. അടുത്തതാ ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങൾ 69% മുസ്ലിങ്ങളാണ് ജമ്മു കാശ്മീരിൽ. അപ്പം അതിൻ്റെ എഴുതാം. ആസാമിലെ മുസ്ലിങ്ങൾ 35% മുസ്ലിങ്ങളാണ്. 35% മുസ്ലിങ്ങളാണ്. അപ്പം അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പം ഇതിൽ പറയാത്ത ഇത് പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശിൽ 20%, ബീഹാറിൽ 17%. അതൊക്കെ നന്നായി മനസ്സിലാക്കുക. പിന്നെന്താണ്? കേരളത്തിൽ ഏകദേശം 1 കോടിയോളം, കർണാടകയിൽ 90 ലക്ഷത്തോളം, പിന്നെ തമിഴ്നാട്ടിൽ 50 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ലോകത്തെ അറബ് രാഷ്ട്രങ്ങളിൽ 10 എണ്ണത്തിൻ്റെ പേര് എഴുതാനാണ്. 10 എണ്ണം എഴുതാനും അറബ് രാഷ്ട്രങ്ങളിൽ. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സൗദി അറേബ്യ, ഒമാന്, യമന്, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സിറിയ, ഫലസ്തീന്, ഇറാഖ്, ജോർദാന്, ലബനാൻ. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് 10 എണ്ണം എഴുതുക. അടുത്തത് എന്താണ്? ഭൂരിപക്ഷമുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞു. ആസർബൈഹാൻ, കൊസോവ, തുർക്കി, കസാക്കിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നിവ മുസ്ലിം ഭൂരിപക്ഷമുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? വിവേചനം, സാംസ്കാരികാധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാശം, വർഗീയത എന്നിവയാണ് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? അവിടെ തന്നെ പറയുന്നുണ്ട്. ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ പ്രബോധനവുമാണ് ഇവ മറികടക്കാനുള്ള മാർഗങ്ങൾ. ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ പ്രബോധനവുമാണ് ഇവ മറികടക്കാനുള്ള മാർഗങ്ങൾ. അടുത്ത തഹസീസ് എന്താ പറയുന്നത്? ലോക മുസ്ലിങ്ങൾ എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കാനാണ്. അപ്പോൾ പ്രസംഗം തയ്യാറാക്കുന്ന രൂപം ഫസ്റ്റ് എന്തൊക്കെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയാലോ. എന്നിട്ട് ഈ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് ഓരോ പാരഗ്രാഫും മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് എഴുതിയിട്ടാണ് പ്രസംഗം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് താരീഖുൽ ഇസ്ലാമിലെ 15ാമത്തെ പാഠഭാഗം. ഇതോടെ താരീഖുൽ ഇസ്ലാമിലെ പാഠഭാഗങ്ങൾ അവസാനിച്ചു. ഏതെങ്കിലും പാഠഭാഗങ്ങളൊക്കെ ഇടാൻ മറന്നു പോയതായിട്ടൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ചിലത് അപ്ലോഡ് ചെയ്യാനൊക്കെ മറന്നിട്ടുണ്ടാവും. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അപ്ലോഡ് ചെയ്യാൻ മറന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.